ഒടുവിൽ കുമ്പിടി മേലഴിയം പള്ളിപ്പടി റോഡിന് ശാപമോക്ഷമാകുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 ദിവസത്തിനകം റീടാറിംഗ് നടത്തുമെന്നും ദേശീയപാത വികസന പ്രവൃത്തി നടത്തുന്ന കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയതായും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ PK ബാലകൃഷ്ണൻ NCV ന്യൂസിനോട് പ്രതികരിച്ചു. ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലഴിയത്ത് നിന്നും ദേശീയപാത നിർമ്മാണത്തിനായി ലോഡ് കണക്കിന് മണ്ണ് കയറ്റിപ്പോയതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ദുരിതയാത്രയാണ് നാട്ടുകാർക്ക് മാസങ്ങളായി അനുഭവിക്കേണ്ടി വന്നത്. പ്രതിഷേധം ശക്തമായതോടെ ആനക്കര ഗ്രാമപഞ്ചായത്ത് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരുമായി തകർന്നടിഞ്ഞ റോഡ് റീടാറിംഗ് നടത്താനും കരാറും വെച്ചിരുന്നു. എന്നാൽ കരാർ കാലാവധി പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും സാങ്കേതിക കാരണങ്ങളാൽ റോഡ് റീടാറിംഗ് നടന്നില്ല. റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണാത്തതിൽ വ്യാപാരികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ കമ്പനി അധികൃതരുമായി ഗ്രാമപഞ്ചായത്ത് ചർച്ച നടത്തിയതാണ്. സബ് കോൺട്രാക്ടറുമായി സംസാരിച്ചതിൽ മേലഴിയം പള്ളിപ്പടി റോഡ് 2 ദിവസത്തിനകം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സ്ഥലം വാർഡ് മെമ്പർ PK ബാലകൃഷ്ണൻ പറഞ്ഞു. ദുരിതയാത്രയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം NCV ചാനൽ വാർത്ത പുറത്തുവിട്ടിരുന്നു. മേലഴിയം പള്ളിപ്പടി റോഡ് ടാറിംഗ് പ്രവൃത്തി വരുന്ന ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. KNRുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെൻ്റ് വയ്ക്കുകയും അത് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2-3 തവണ മഴ പെയ്തത് കാരണം വർക്ക് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പണി പൂർത്തീകരിക്കാൻ 2 ദിവസം റോഡ് ബ്ലോക്കാക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് സ്കൂൾ വണ്ടികൾ ധാരാളം ഈ റോഡിലൂടെ പോകേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് വെള്ളിയാഴ്ച അത് ബ്ലോക്ക് ചെയ്ത് ശനി ഞായർ ആകുമ്പോഴേക്ക് പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ശനി ഞായറോടുകൂടി തന്നെ വർക്ക് പൂർത്തീകരിക്കും എന്നാണ് കരാറുകാരൻ പറഞ്ഞിട്ടുള്ളത്. 2 കിലോമീറ്ററോളമാണ് തകർച്ച. പാടങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശങ്ങളും ചില ഭാഗങ്ങളിൽ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാകണമെന്നും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കുറ്റമറ്റ രീതിയിൽ റോഡ് റീടാറിംഗ് നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. NCV ന്യൂസ്, തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ ക്രിസന്റ് പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.